ഇന്ന് കാലത്ത് കാപ്പിയൊന്നും വെച്ചില്ലായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് പൊറോട്ട മേടിച്ചു, മുട്ടക്കറിയായിട്ട് കഴിച്ചു. അതിനുശേഷം അബിക്കുട്ടൻ്റെ അനിയൻ ജിത്തൂട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ജിത്തൂട്ടിനെ കുറേ നേരം ഇരുന്ന് കളിപ്പിച്ചു. പിന്നെ സൈഷേട്ടൻ ജോലിക്ക് പോയി കേട്ടോ. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മീനെന്ന് വെച്ചാൽ മിക്സഡ് മീനാണ് കേട്ടോ. കുഞ്ഞു മീൻ, ചാള, അയല, പിന്നെ നെത്തോലി എല്ലാം കൂടെ ചേർന്നുള്ള മീനാണ്. അപ്പോൾ വേഗം തേങ്ങ തിരിയും. മീനെല്ലാം കണ്ടിച്ച് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് തേങ്ങ തിരിയത്. തേങ്ങ തിരിയിട്ട് കറി അടുപ്പിലാക്കി കേട്ടോ. അടുപ്പിലാക്കിയിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ മാവിൽ നിന്ന് മാങ്ങ പറിച്ചു. അതിനുശേഷം നല്ലവണ്ണം കറി തിളച്ചപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി കറിയായി, റെഡിയായി. അതിനുശേഷം കുറച്ച് മീനെടുത്ത് ഞാൻ വറുക്കാൻ വെച്ചു കേട്ടോ. പിന്നെ വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രസം വയ്ക്കുവാണ്. അപ്പോൾ രസം തിളച്ച് കഴിഞ്ഞിട്ട് മല്ലിയിലേക്ക് ഇട്ട് വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം പെട്ടെന്ന് തന്നെ പാത്രം കഴിയാൻ വേല ഒതുങ്ങും. പിന്നെ ഇനി തുണിയൊക്കെ കഴിയാൽ മതി. അതിനുശേഷം കുളിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ വേഗം പാത്രം. തലയിരിക്കുന്ന മുല്ലപ്പം നമ്മുടെ വീട്ടിലെ മുല്ലപ്പമാണ് കേട്ടോ. അമ്മ കെട്ടിക്കൊണ്ട് വന്നുകൊണ്ട് വെച്ചതാണ്. എനിക്ക് വീട്ടിൽ അമ്മ മുല്ലപ്പം വയ്ക്കുന്ന താല്പര്യമില്ല കേട്ടോ. അമ്മ പിന്നെ നിർബന്ധിച്ച് വെച്ചതാണ്. നമ്മൾ തമിഴ്നാട്ടിൽ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും പൂവിനോടാണ് വലിയ താല്പര്യം കേട്ടോ. പിന്നെ ഈ പഴം നമ്മുടെ വീടിനെ ചേർന്ന് നിൽക്കുന്ന വിളയിൽ മുറിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പഴം തന്നു. അത് എല്ലാ വർഷവും തരുന്നതാണ്. പിന്നെ നമുക്ക് ചായക്ക് കഴിക്കാനായിട്ട് ബജ്ജി അല്ലല്ലോ, സോറി, ഇതിൻ്റെ പേരെന്താണ്, ബോളിയാണ്. അങ്ങനെ ബോളി കഴിച്ചതിന് ശേഷം പിന്നെ ഇത് ഒരു പലഹാരമാണ്, തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള, അത് കഴിച്ചു. അതിനുശേഷം രാത്രി നമുക്ക് ദോശയായിരുന്നു കേട്ടോ. ഞാൻ ദോശ ചുട്ടു. പിന്നെ മാങ്ങയുടെ പകുതി എടുത്ത് ചമ്മന്തി അരച്ച് ദോശയും മാങ്ങ ചമ്മന്തിയും കൂട്ടി കഴിച്ചു. അതിനുശേഷം എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്